അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്ന ഹ്യൂസ് ആൻഡ് മ്യൂസൽ, അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് എന്താണ് നിങ്ങൾ ആരംഭിച്ചെന്ന് അറിയാം. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു ജാപ്പനീസ് ബേസ്ഡ് സ്റ്റോറിയാണ്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്ന ആരാ? അവിടെ കൊടുത്തിട്ടുണ്ട്. ആരാ? ഹസേഗവ തക്കേജി അല്ലെ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഓതറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം. He was an innovative Japanese publisher specializing in books in European languages on Japanese subjects. അല്ലെ, അപ്പൊ ജാപ്പനീസ് സബ്ജക്ട്സിനെ യൂറോപ്യൻ ലാംഗ്വേജിൽ എഴുതാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം. പിന്നെയോ, he employed leading foreign residents as translators and noted Japanese artists as illustrators and became a leading purveyor of export books and publications for foreign residents in Japan. അല്ലെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ജാപ്പനീസ് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. A long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. They had a number of children and found it very hard to feed them all. The elder son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. Okay, a long time. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. അല്ലെ, ജപ്പാനിലെ ഒരു കൺട്രി വില്ലേജ്, ഒരു സാധാരണ ഗ്രാമം അല്ലെ, ഒരു ചെറിയ ഗ്രാമം. They lived a poor farmer. അല്ലെ, അവിടെ ആര് ജീവിച്ചിരുന്നു? A poor farmer, ഒരു പാവപ്പെട്ട ഒരു കർഷകൻ ജീവിച്ചു. And his wife, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, who were very good people. അവരെല്ലാവരും എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു? They were very good people. അല്ലെ, വളരെ നല്ല ആൾക്കാർ. And they had a number of children. ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു. അല്ലെ, and found it very hard to feed them all. പക്ഷെ എന്താ പ്രശ്നം? അവര് പാവങ്ങളായിരുന്നുകൊണ്ട് തന്നെ, അല്ലെ, poor farmers ആയിരുന്നതുകൊണ്ട് തന്നെ it was very hard to feed all the children. അല്ലെ, എല്ലാ കുട്ടികളെയും ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് it was very hard. അല്ലെ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. The elder son, ഏറ്റവും മൂത്ത കുട്ടി, അല്ലെ, was strong enough when only 14 years old to help her. അല്ലെ, ഇപ്പൊ elder son 14 വയസ്സുകാരനായിട്ടുള്ള ഏറ്റവും മൂത്തവൻ, അല്ലെ, he was very strong enough only when he was 14. 14 വയസ്സുള്ളപ്പോൾ തന്നെ he was strong enough, അവന് ആവശ്യത്തിനുള്ള സ്ട്രെങ്ത്, കരുത്തുണ്ടായിരുന്നു, അല്ലെ, to help his father, അവന്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് അവന് 14 വയസ്സുള്ളപ്പോൾ തന്നെ അവനുണ്ടായിരുന്നു. And the little girls learned to help their mother almost as soon as they could walk. And the little girls, കുഞ്ഞു പെൺകുട്ടികൾ എന്താ? They learned to help their mother. They learned, അവർ പഠിച്ചു, to help their mother, അവരുടെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ പഠിച്ചു. എപ്പോഴാ? As soon as they could walk. അവർക്ക് നടക്കാൻ കഴിയുന്ന പ്രായത്തിൽ, അല്ലെ, അവരങ്ങോട്ട് നടന്നു തുടങ്ങിയ അതേ പ്രായത്തിൽ തന്നെ അവർക്ക് ആ അമ്മയെ സഹായിക്കാൻ അവർക്ക് കഴിയുന്നു. But the youngest child, അവരുടെ ഏറ്റവും യങ്ങായിട്ടുള്ള കുട്ടി, ഏറ്റവും ഇളയ കുട്ടി, a little boy, ഒരു കൊച്ചു ആണ്, did not seem to be fit for hard work. He did not seem to be ready for hard work. അല്ലെ, he did not see, അവൻ കാണപ്പെട്ടിരുന്നില്ല. എങ്ങനെ കാണപ്പെട്ടിരുന്നില്ല? സീനിന്റെ മീനിങ് വെച്ചാൽ കാണപ്പെടുക എന്നാണ്. അല്ലെ, അപ്പൊ he did not seem, അല്ലെ, അവൻ കാണപ്പെട്ടിരുന്നില്ല to be fit for hard work. അല്ലെ, ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട്, കഠിനാധ്വാനത്തിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് അവന് ഉണ്ടായിരുന്നില്ല. അല്ലെ, അപ്പോ അവനെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യാനൊന്നും സാധിക്കില്ല. He was very cleverer than all his brothers and sisters, but he was clever. അവൻ എങ്ങനെയുള്ള ആളായിരുന്നു? He was very clever. അല്ലെ, വളരെ ബുദ്ധിയുള്ളവനായിരുന്നു. Cleverer than all his brothers and sisters. അവന്റെ എല്ലാ സഹോദരങ്ങളെക്കാളും ക്ലവർ, ബുദ്ധിയുള്ളവനായിരുന്നു ആരെന്ന് വെച്ചാൽ ഈ യങ്ങസ്റ്റ് ബോയ്. But he was quite weak and small.
അവൻ എങ്ങനെയായിരുന്നു? വീക്കായിരുന്നു, ദുർബലനായിരുന്നു. അൺസ്മാർട്ട്, വളരെ ചെറുതുമായിരുന്നു. ആൻഡ് പീപ്പിൾ സെർച്ച്, ആൾക്കാർ പറയുമായിരുന്നു അവനെ കുറിച്ച് എന്താണ്? ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. ഹി കുഡ് നെവർ ഗ്രോ, അവന് ഗ്രോ ചെയ്യാൻ, വളരാൻ കഴിയില്ലായിരുന്നു. വെരി ബിഗ് അല്ലെ, വളർന്ന് വലുതാകാൻ അവന് കഴിയില്ലായിരുന്നു എന്ന് എല്ലാ ആൾക്കാരും പറയുന്നു. സോ ഹിസ് പാരന്റ്സ് തോട്ട്, അതുകൊണ്ട് തന്നെ അവന്റെ പാരന്റ്സ് ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? It would be better for him to become a priest than to become a farmer. It would be better for him. അവൻ ഏതാ നല്ലത്? To become a priest. ഒരു പ്രീസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഒരു പുരോഹിതനായിക്കൊള്ളട്ടെ, than to become a farmer. അല്ലെ, ഒരു കർഷകനാകുന്നതിനേക്കാൾ നല്ലത് അവൻ ഒരു പുരോഹിതനാകുന്നതായിരിക്കും എന്നവ ചിന്തിച്ചു. They took him with them to the village temple. അവൻ എന്ത് ചെയ്തു? They took him to the village temple. എവിടേക്ക് കൊണ്ടുപോയവനെ? ഒരു വില്ലേജ് ടെമ്പിൾ, ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ടെമ്പിളിലേക്ക്, അല്ലെ, ഒരു അമ്പലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോയി. And asked the good old priest who lived there. And asked the good old priest who lived there. അല്ലെ, അവിടെ ആരുണ്ടായിരുന്നു? ആ ടെമ്പിളിൽ a good old priest, അല്ലെ, ഒരു നല്ലവനായിട്ടുള്ള എന്നാൽ വൃദ്ധനായിട്ടുള്ള ഒരു പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടോ if he would have their little boy for his acolyte and teach him all that a priest ought to do. അല്ലെ, എന്നിട്ട് ഇവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? their little boy for his acolyte. അല്ലെ, അദ്ദേഹത്തിനോട് പറഞ്ഞു, the little boy, അല്ലെ, ഈ കൊച്ചുകുട്ടിയെ എന്താക്കണമെന്ന്? അദ്ദേഹത്തിന്റെ acolyte ആക്കണം. അത് acolyte എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹെൽപ്പർ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത്. acolyte എന്ന് പറയുന്നത് സഹായം, അല്ലെ. അപ്പൊ പുരോഹിതന്റെ സഹായ അവിടെ നിർത്തണമെന്ന് പറഞ്ഞു. എന്നിട്ടോ and teach him all that a priest ought to do. അല്ലെ, and teach him all that a priest ought to do. ഒരു priest, ഒരു പുരോഹിതൻ അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെ, എന്ത് ചെയ്യുക? അവനെ ടീച്ച് ചെയ്യുക, അവനെ പഠിപ്പിക്കുക എന്ന്. The old man spoke kindly to the lad and asked him some hard questions. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. The old man spoke kindly. അല്ലെ, ആ വൃദ്ധനായ മനുഷ്യൻ, ആ പ്രീസ്റ്റ് എന്ത് ചെയ്തു? he spoke എന്ന് വെച്ചാൽ എന്താ? സംസാരിച്ചു, അല്ലെ, to the lad, kindly to the lad, അല്ലെ, വളരെ ദയോടുകൂടി ആ കുട്ടിയോട് സംസാരിച്ചു. and asked him some hard questions. എന്നിട്ടോ he asked some hard questions. അല്ലെ, കുറച്ച് ഹാർഡായിട്ടുള്ള, കുറച്ച് കഠിനമായിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? ഈ യങ് ബോയോട്, ഈ ലിറ്റിൽ ബോയോട് ചോദിച്ചു. So clever were the answers. അല്ലെ, the answers were very clever. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികളെല്ലാം തന്നെ, ഉത്തരങ്ങളെല്ലാം തന്നെ വെരി ക്ലവർ, അല്ലെ, വളരെ ക്ലവർ ആയിരുന്നു, വളരെ ബുദ്ധിപരമായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു ആ കുട്ടി അവർക്ക് നൽകി. That the priest agreed to take the little fellow into the temple as an acolyte. അതുകൊണ്ട് തന്നെ the priest agreed, അല്ലെ, priest സമ്മതിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? to take him as an acolyte. അല്ലെ, ഇവനൊരു acolyte ആയിട്ട് ആ ടെമ്പിളിൽ നിർത്താൻ ഈ priest സമ്മതിച്ചു. And to educate him for the priesthood. അതുപോലെ തന്നെ ഒരു priest ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യുക, പഠിപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. The boy learned to say what the old priest taught him and was very obedient in most things, but he had one fault. He liked to draw cats during study hours. He liked to draw cats during study hours, to draw cats even where cats ought not have been drawn at all. The boy learned quickly. അപ്പോൾ ഈ പ്രീസ്റ്റ്ഹുഡിനുള്ള എല്ലാ കാര്യങ്ങളും the boy learned quickly. വളരെ ക്വിക്കായിട്ട് തന്നെ, വളരെ വേഗത്തിൽ തന്നെ പഠിച്ചു. And was very obedient in most things. And he was very obedient. അവൻ വളരെ obedient ആയിരുന്നു, വളരെ അനുസരണയുള്ളവനായിരുന്നു. in most things, അല്ലെ, എല്ലാ കാര്യങ്ങളിലും അവൻ വളരെ അനുസരണയുള്ളവനായിരുന്നു. നന്നായി തന്നെ കാര്യങ്ങളെല്ലാം അവൻ പഠിക്കുമായിരുന്നു. But he had one fault. പക്ഷെ അവൻ ഒരേ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു, ഒരേ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? He liked to draw cats. He liked to draw cats. അവൻ എന്തിനെ വരയ്ക്കാൻ? പൂച്ചകളുടെ പടം വരയ്ക്കാൻ അവന് ഭയങ്കര ഇഷ്ടം. Wanted to draw cats even where cats ought not have been drawn at all. അവൻ എന്താ? Cats ought not have been drawn at all.
ക്യാറ്റ്സിന് വരയ്ക്കാനേ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവൻ എന്ത് ചെയ്യുമായിരുന്നു? ക്യാറ്റ്സിന്റെ പോർട്രൈറ്റ് ഇങ്ങനെ ചെയ്യും, അല്ലെ, വരച്ചു. Whenever he found himself alone, he drew cats. He drew them on the margins of the praise book and on all the screens of the temple and on the walls and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. He drew them because he could not really help it. He had what is called the genius of an artist, and just for that reason, he was not quite fit to be an acolyte. A good acolyte should study books. Whenever he found himself alone. അപ്പോൾ നോക്കാം എന്താ? Whenever എപ്പോഴൊക്കെയാണോ he found himself alone, അവൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാകുന്നത്. അവൻ എപ്പോഴൊക്കെയാണോ ഒറ്റയ്ക്കാകുന്നത്, he drew cats. അപ്പോഴൊക്കെ അവൻ എന്ത് ചെയ്യുമായിരുന്നു? he drew cats. അവൻ ക്യാറ്റ്സിനെ വരയ്ക്കും. he drew them on the margins of the praise book. എവിടേക്കാണ് വരയ്ക്കുന്നത് നോക്കാം. എവിടേക്കാണ്? the praise book, അല്ലെ, the margins of the praise book. പ്രേസ്റ്റിന്റെ ബുക്കിന്റെ മാർജിൻസ്. പിന്നെയോ and on all the screens of the temple, അല്ലെ, ടെമ്പിളിന്റെ എല്ലാ സ്ക്രീൻസിലും. പിന്നെയോ and on the walls, അല്ലെ, ഭിത്തികൾ. and on the pillars, തൂണുകൾ. ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയാണോ അവന് സ്ഥലം കിട്ടുന്നത് അവിടെ മുഴുവൻ അവൻ എന്ത് ചെയ്യുമായിരുന്നു? ക്യാറ്റ്സിന്റെ പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചിരുന്നു. several times, ധാരാളം സമയം, the priest told him this was not right. The priest told him, അല്ലെ, priest അവനോട് പറഞ്ഞു this was not right, ഇത് ശരിയല്ല എന്ന് ഒരുപാട് തവണ അവനോട് പറഞ്ഞു. but he did not stop drawing cats. പക്ഷെ അവൻ നിർത്തിയതേയില്ല. എന്ത്? drawing cats. ഈ പൂച്ചകളുടെ പടം വരയ്ക്കുന്നത് അവൻ നിർത്തിയതേ. he drew them because he could not really help it. എന്തുകൊണ്ടാണ് അവൻ വരച്ചത്? അവനത് വരയ്ക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു, അല്ലെ. he drew cats because he could not really help it. അവന് വരയ്ക്കാതിരിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല, ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ could not help, cannot help എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. he had what is called the genius of an artist. അവൻ എന്തുണ്ടായിരുന്നു? നമ്മളൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ ജീനിയസ് എന്ന് പറയുന്ന ഒരു കാര്യം ആർക്കുണ്ടായിരുന്നു? ഈ കുട്ടിക്കുണ്ടായിരുന്നു. അതായത് അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അല്ലെ. and just for that reason, അവൻ ഒറ്റ കാരണം കൊണ്ട് he was not quite fit to be an acolyte. അവനൊരു ആക്കലൈറ്റ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെ, ഒരു പുരോഹിതനാകാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഇത് അവനില്ല, അല്ലെ. കാരണം എന്താണ്? അവനൊരു ആർട്ടിസ്റ്റിൻ്റെതായിട്ടുള്ള ടാലന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരു പുരോഹിതനാകാനുള്ള യോഗ്യത ഇല്ലായിരുന്നു. കാരണം എന്താ? എ ഗുഡ് ആക്കലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു ഗുഡ് ആക്കലൈറ്റ് എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? പുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ ചെയ്യണം. പക്ഷെ ഇവൻ അതല്ല. ഇവൻ എന്താണ്? ഇവനൊരു ആർട്ടിസ്റ്റാണ്. ഇവൻ എപ്പോഴും പടങ്ങൾ വരയ്ക്കാൻ, അതും എസ്പെഷ്യലി ഇതിന്റെ ക്യാറ്റ്സിന്റെ പിക്ചേഴ്സ് വരയ്ക്കാനാണ് ഇഷ്ടം, അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് അവനൊരു പ്രീസ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്ന് അദ്ദേഹം. One day, ഒരു ദിവസം, after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now, let me give you a last piece of advice, and be sure you never forget it. Avoid large places at night if you smoke." One day, ഒരു ദിവസം, after he had drawn some very clever pictures, അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ പേപ്പർ സ്ക്രീൻസിലെല്ലാം വരച്ചു. The old priest said to him severely. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് വന്നിട്ട് ഇവനോട് പറഞ്ഞു, "My boy, അല്ലെ, you must go away from this temple at once." നീ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? You must go away. ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്നും, ഈ ടെമ്പിളിൽ നിന്നും പോകുക. എന്നിട്ടോ you will never make a good priest. കാരണം എന്താ? you will never become a good priest. നീ ഒരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആകില്ല, നല്ലൊരു പുരോഹിതനാകില്ല. but perhaps you will become a great artist. പക്ഷെ നീ ആരാകും? perhaps, ഒരു പക്ഷേ, you will become a great artist, അല്ലെ, നീ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയി മാറും, ഒരു മഹാനായ കലാകാരനായി നീ മാറും, അല്ലെങ്കിൽ ഒരു ചിത്രകാരനായി നീ മാറും. Now let me give you a last bit of advice.
Now, ഇപ്പോൾ let me give you a last piece of advice. നിനക്ക് അവസാനമായി ഞാനൊരു അഡ്വൈസ് കൂടി തരാം, ഒരു ഉപദേശം കൂടി ഞാൻ നൽകാമെന്ന് പറയും. എന്താ? And be sure you never forget it. നീ ഒരിക്കലും ആ അഡ്വൈസ്, ആ ഉപദേശം മറക്കാൻ പാടില്ല, ഫർഗറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. Avoid large places at night. Keep it to small. എന്തായിരുന്നു അഡ്വൈസ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ ലാർജ് പ്ലേസസ് വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. കീപ് ഇറ്റ് സ്മാൾ. എപ്പോഴും എന്ത് ചെയ്യുക? ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രീസ്റ്റ് കൊടുത്ത അഡ്വൈസ് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ഈ ചെറിയ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു അഡ്വൈസ്. The boy did not know what the priest meant by saying, avoid large places, keep it small. He thought and thought while he was tying up his little bundle of clothes to go away. But he could not understand those words, and he was afraid to speak to the priest anymore, except to say goodbye. The boy did not know what the priest meant by saying, avoid large places, keep it small. The boy did not understand. ആ കുട്ടിക്ക് മനസ്സിലായതേ ഇല്ല. എന്താ? What the priest meant by saying, avoid large places, keep it small. What is meant by the priest? ഈ പ്രീസ്റ്റ് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ബൈ സേയിങ്, ഈ പറഞ്ഞതിലൂടെ എന്താ പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് അല്ലെ. രാത്രികാലങ്ങളിൽ എന്ത് ചെയ്യുക? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞതിലൂടെ ഈ പ്രീസ്റ്റ് എന്താ ഉദ്ദേശിച്ചതെന്ന് അവൻ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലായത്? He thought and thought അല്ലെ. He thought and thought while he was tying up his little bundle of clothes. He was thought and thought. അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴാ? while he was tying up, അവൻ ടൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, കെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ്? ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. അവന്റെ തുണിയെല്ലാം അവൻ വാരി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്നാലും എന്തായിരിക്കും പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവുക? But he could not understand those words. അല്ലെ, പക്ഷെ എത്ര ആലോചിച്ചിട്ടും he could not understand, അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. And he was afraid to speak to the priest anymore. And he was afraid, അവന് ഭയമായിരുന്നു, to speak to the priest anymore. അല്ലെ, ഒരിക്കൽ കൂടി പ്രീസ്റ്റിനോട് സംസാരിക്കാൻ he was afraid അല്ലെ, അവന് ഭയമായി. Except to say goodbye. അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രീസ്റ്റിനെ കണ്ട് അവൻ ഗുഡ് ബൈ മാത്രം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ പ്രീസ്റ്റ് പറഞ്ഞതെന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നതേ ഇല്ല. ഇനി എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യവും അവനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പ്രീസ്റ്റിനോട് ഗുഡ് ബൈ പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? അവിടെ നിന്നും ഇറങ്ങി. He left the temple very sorrowful and began to wonder what he should do if he went straight to home. He left the temple. അവനാ എന്താണ്? ആരാധനാലയം, ടെമ്പിൾ വിട്ടു. വെരി സോറോഫുള്ളി. എങ്ങനെയാ? വെരി സോറോഫുള്ളി, വളരെ ദുഃഖത്തോടു കൂടി അവനാ ആരാധനാലയം വിട്ടു. And began to wonder, അവൻ അത്ഭുതപ്പെടാൻ. He left the temple very sorrowfully and began to wonder. അല്ലെ, അവൻ വളരെ ദുഃഖത്തോടു കൂടി, വളരെ സോറോഫുൾ ആയിട്ട് അവൻ എന്ത് ചെയ്തു? ആ ടെമ്പിൾ വിട്ടു. And began to wonder what he should do. ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ആലോചിക്കാൻ പോകും. If he went straight to home, അവൻ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ എവിടേക്കാണ് പോകുന്നതെങ്കിൽ വീട്ടിലേക്കാണ് പോകുന്നത്. He felt sure his father would punish him for having been disobedient to the priest. He was sure, അവൻ ഉറപ്പുണ്ടായിരുന്നു. എന്താ? His father would punish him. അവന്റെ അച്ഛൻ അവനെ പണിഷ് ചെയ്യുമെന്ന്, ശിക്ഷിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ശിക്ഷിക്കുന്നത്? For having been disobedient to the priest. അല്ലെ, ആ പ്രീസ്റ്റിനോട് ഡിസൊബീഡിയന്റ് ആയതിന്, ആ പ്രീസ്റ്റിനെ അനുസരിക്കാതിരുന്നതിന്, പ്രീസ്റ്റിനോട് അനുസരണക്കേട് കാണിച്ചതിന് അച്ഛൻ ഉറപ്പായും അവനെ ശിക്ഷിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. So he was afraid to go. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ അവന് ഭയമായി. All at once he remembered that the next village 12 miles away there was a very big temple. He had heard there were several priests at that temple, and he made up his mind to go to them and ask them to take him for their accolades. And എന്ത് ചെയ്തു? All at once, വളരെ പെട്ടെന്ന് തന്നെ he remembered, അവനോ എന്താണ്? That at the next village, അടുത്ത ഗ്രാമത്തിൽ, എവിടെയാണ്? 12 miles away അല്ലെ, 12 മൈലുകൾ അകലെയുള്ള അടുത്ത ഗ്രാമത്തിൽ
there was a very big temple. വളരെ വലിയ ഒരു ടെമ്പിൾ. He had heard there were several priests at that temple. അല്ലേ? He had heard, അവൻ കേട്ടിട്ടുള്ളതാണ്, there were several priests at that temple. ആ ടെമ്പിളിൽ ധാരാളം priest പുരോഹിതന്മാരുണ്ടെന്ന് അവൻ കേട്ടു. And he made up his mind to go to them. അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? He made up his mind. അവൻ തീരുമാനിച്ചു to go to them. അവരുടെ അടുത്തേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. And asked them to take him for their acolyte. എന്നിട്ടോ അവിടെ ആരോടെങ്കിലും ചെന്നിട്ട് ചോദിക്കാം, എന്തിനു വേണ്ടിയിട്ടാ ഇവനെ അക്കലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഏതെങ്കിലും പ്രീസ്റ്റോട് ചോദിക്കാം എന്നവൻ തീരുമാനിച്ചു. Now that big temple was closed up, but the boy did not know this fact. The reason it had been closed up was a goblin had frightened the priest away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy, so he walked all the way to the village, hoping to be kindly treated by the priest. Now, that the big temple was closed. പക്ഷേ എന്തായിരുന്നു പ്രശ്നം? ആ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ക്ലോസ്ഡ്. അല്ലേ? അത് അടച്ചിട്ടിരിക്കുകയാണ്. But the boy did not know this fact. പക്ഷേ ഈ ഒരു സത്യം ആർക്കറിയില്ല? നമ്മുടെ യങ് ബോയ്ക്ക് അറിയില്ല. The reason it had been closed up was, അല്ലെ, എന്തുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് that a goblin had frightened the priest away. അല്ലെ, ഒരു ഗോബ്ലിൻ എന്ന് വെച്ചാൽ എന്താണ്? ബിഗ് റാറ്റ്. അല്ലെ, ഒരു ബിഗ് റാറ്റ് എന്ത് ചെയ്തു? frightened the priest away. അല്ലെ, പ്രീസ്റ്റിനെ എല്ലാം, അവിടെയുള്ള പുരോഹിതന്മാരെ എല്ലാം ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിച്ചു. And had taken possession of the place. എന്നിട്ടോ ആ ടെമ്പിളിന്റെ പൊസഷൻ, ആ ടെമ്പിളിന്റെ അവകാശം അവൻ നേടിയത്. അല്ലെ, അപ്പൊ ഇപ്പോ ആ ടെമ്പിൾ എന്ന് പറയുന്നത് ആരുടെ കൺട്രോളിലാണ്? ഒരു ഗോബ്ലിന്റെ കൺട്രോളിലാണ്. അല്ലെ, അപ്പൊ ഇതൊന്നും അറിയാതെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? അവിടേക്ക് പോകും. Some brave warriors had afterward gone to the temple at night to kill the goblin. ആ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? Some brave warriors, അല്ലെ, കുറെ ബ്രേവ് ആയിട്ടുള്ള, എന്താ ബ്രേവ്? ധൈര്യശാലി. കുറെ ധൈര്യശാലികളായിട്ടുള്ള, ധീരന്മാരായിട്ടുള്ള വാരിയേഴ്സ്, പോരാളികൾ എന്ത് ചെയ്തു? ആ രാത്രി ആ ടെമ്പിളിലേക്ക് ചെന്നു. But they had never been seen alive again. പിന്നെ പക്ഷേ ആരും ജീവനോടെ കണ്ടിട്ടില്ല. അതായത് ഈ ഗോബ്ലിനെ പരാജയപ്പെടുത്താൻ അവിടേക്ക് പോയ എല്ലാ വാരിയേഴ്സിനെയും ആര് കൊന്നുകളഞ്ഞു? ഈ ഗോബ്ലിൻ കൊന്നു. Nobody had ever told these things to the boy. അല്ലെ, ഈ കുട്ടിയോട് ഒരാൾ പോലും ഈ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. So he walked all the way to the village. അങ്ങനെ എന്ത് ചെയ്തു? he walked all the way to the village. അല്ലെ, അവൻ ആ ഗ്രാമത്തിലേക്ക് hoping be kindly treated by the priest. അവൻ എന്ത് ചെയ്യാണ്? he was hoping, അല്ലെ, അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു to be kindly treated by the priest. അല്ലെ, ആ പ്രീസ്റ്റ്, അവിടെയുള്ള പുരോഹിതന്മാർ അവനെ വളരെ നന്നായി ട്രീറ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടി അവൻ എന്ത് ചെയ്യാണ്? അവിടേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയും ഭാഗങ്ങൾ നോക്കുക. ഇതില് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സൈഡിലായിട്ട് കിടപ്പുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. ഒന്നെന്ന് വെച്ചാൽ, ഹൗ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? ഇവിടുത്തെ യങ്ങസ്റ്റ് ചൈൽഡിനെ, അതായത് നമ്മുടെ യങ് ബോയെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അല്ലെ, എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അല്ലെ, എങ്ങനെയാണ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതായിരുന്നു നമുക്ക് അറിയാവുന്ന ആൻസർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഹി വാസ് ക്ലെവർ എന്നൊക്കെ പറഞ്ഞു. Why did the parents take the boy to the priest? എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ പ്രീസ്റ്റിന്റെ അടുത്തേക്ക് പാരന്റ്സ് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടായിരുന്നു? he was not strong. അല്ലെ, അവര് to become a farmer. അല്ലെ, ഒരു ഫാമർ ആകാനുള്ള കരുത്ത് ആർക്കുണ്ടായിരുന്നില്ല? ഈ ബോയ്ക്ക് ഇല്ല. അതുകൊണ്ടല്ലേ കൊണ്ടുപോകുന്നത്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, but perhaps you will become a great artist. Do you think the opinion of the priest about the boy is appropriate? അല്ലെ, അപ്പൊ പ്രീസ്റ്റ് ബോയോട് പറയുന്നത്, perhaps you will become a great artist. നീ ഒരു മഹാനായ എന്താണ് ചിത്രകാരനാകാനുള്ള സാധ്യത. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എങ്കിൽ അതും നോട്ട് ചെയ്തു. വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്? അതുപോലെ തന്നെ എന്ത് അഡ്വൈസാണ്, എന്ത് ഉപദേശമാണ് പ്രീസ്റ്റ് ആ ബോയ്ക്ക് നൽകിയത് എന്നുള്ളതാണ് അടുത്തത്. അത് പറയാൻ എന്താ? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ഇറ്റ് ടു സ്മോൾ. പിന്നെ
Why didn't the boy go home after he left the temple? Why didn't the boy go to the home after he left the temple? ഈ ടെമ്പിൾ വിട്ട ശേഷം എന്തുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടായിരുന്നു? He was afraid of his father.